യെസ്, ഗുഡ് മോർണിംഗ്. നമ്മളെ +1 കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ളത് നമ്മൾ തീർത്തു. രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കും മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നോട്ട് എഴുതി വന്നതിൽ നിന്ന് 2 പേജ് കഴിഞ്ഞിട്ട് വേണം പുതിയ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതാൻ. കാര്യം ആദ്യത്തെ ചാപ്റ്ററിൽ മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഇങ്ങനെ ഒരു 3 കോൺസെൻട്രേഷൻ ടേമുകൾ കൂടി പഠിപ്പിക്കാനുണ്ട്. അത് ഞാനൊരു വളരെ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട് തരും. അപ്പൊ അത് എഴുതാനുള്ള ഒരു 2 പേജ് സ്ഥലം വിട്ടിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതാൻ. എഴുതൂ. ചാപ്റ്റർ നമ്പർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. ചാപ്റ്റർ നമ്പർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റം അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ചധികം നിങ്ങൾ +1 കെമിസ്ട്രിയുമായി പരിചയപ്പെടുത്താനുമുണ്ട്. +1ലേക്ക് അങ്ങോട്ട് കയറി എന്നുള്ളത് നന്നായി നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരുപാട് പഠിക്കാനുണ്ട്. ഒക്കെ വളരെ സന്തോഷത്തോടെ ഇതുപോലെ ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് കണ്ട് പഠിച്ച് നോട്ടാക്കി വീണ്ടും വീട്ടിൽ നിന്ന് പഠിച്ചു വെച്ചാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അങ്ങോട്ട് പഠിച്ചിട്ട് പോരാൻ പറ്റും. സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ, കുറച്ച് ലെങ്തി ആണ് എന്ന് മാത്രം. പുതിയ പുതിയ കൺസെപ്റ്റുകളാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒന്നുപോലും ഇവിടെ ഇല്ല. കുറച്ച് പുതിയ കൺസെപ്റ്റുകളാണ്. അപ്പൊ നന്നായി ഒന്ന് പുതിയ വിവരങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികമായ തയ്യാറെടുപ്പോടെ ഇരിക്കേണ്ടി വരും. സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞ ചാപ്റ്ററിൽ ഐശ്വര്യമായിട്ട് തുടങ്ങാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി നമ്മൾ പറഞ്ഞതാ. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഒരു 4 പോസ്റ്റുലേറ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ വരി ഇതായിരുന്നു: ഒരു മാറ്ററിന്റെ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് വിളിക്കുന്നത്. ഇനി മുറിക്കാൻ പറ്റാത്ത, ഇൻഡിവിസിബിൾ, ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഇനി മുറിക്കാൻ പറ്റാത്തിടത്തോളം ഒരു പാർട്ടിക്കിളിനെ ചെറുതാക്കി കൊണ്ടുവന്നാൽ ഇനി മുറിക്കാൻ പറ്റാത്ത അറ്റോമിയോ എന്നാണ് ഗ്രീക്കിൽ അതിന് പറയുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പേര് വിളിച്ചത്. അപ്പൊ ആറ്റം എന്നുള്ള പേര് ഉണ്ടായത് ഇവിടെ നിന്നാണ്. അറ്റോമിയോ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അറ്റോമിയോ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ഇൻഡിവിസിബിൾ, ഫർദർ ഡിവിഷൻസ് പോസിബിൾ അല്ലാത്തത്. ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ്. ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങളാണ്. ആരൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഇലക്ട്രോൺ ഉണ്ട് അല്ലെ, ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ പ്രോട്ടോൺ ഉണ്ട്, പ്രോട്ടോൺ, പിന്നെ ആരുണ്ട്? ന്യൂട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഈ 3 ആളുകളെ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. ഒരു ആറ്റത്തിന്റെയും ഉള്ളിൽ കാണപ്പെടുന്ന ആളുകളാണല്ലോ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ എന്നൊക്കെ പറയണത്. ആറ്റത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആളുകൾ. അപ്പൊ ഈ 3 ആളുകളെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ പറയുക? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുക. എന്താ പേര്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. സബ് എന്ന് പറഞ്ഞാൽ താഴെയാണല്ലോ. സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടറുടെ താഴെയാണല്ലോ സബ് ഇൻസ്പെക്ടർ വരെ. സബ് എഞ്ചിനീയർ, എഞ്ചിനീയറുടെ മെയിൻ എഞ്ചിനീയറുടെ താഴെയാണല്ലോ സബ് എഞ്ചിനീയർ വരെ. സബ് അറ്റോമിക് ഏത്? ആറ്റത്തിന്റെ താഴെ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ഉള്ളിൽ ആറ്റം ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ. നിങ്ങൾ ആരും ഇപ്പൊ ഒന്നും എഴുതണ്ട, ഞാൻ എഴുതേണ്ട രൂപങ്ങൾ പറഞ്ഞുതരാം. ഇലക്ട്രോണിനെ ഞാൻ ആദ്യം അതിന്റെ ഹിസ്റ്ററി ഒന്ന് പറയാം. ആരാണ് ആദ്യമായി ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആള്? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പച്ചക്ക് ചോദിച്ചു, ഹു ഡിസ്കവേർഡ് ഇലക്ട്രോൺസ്? ഒറ്റ വാക്കിൽ മറുപടി. കൂടുതൽ കഥ പറയാൻ പാടില്ല. ഒരുപാട് സയന്റിസ്റ്റുകൾ പരീക്ഷണം നടത്തി, പലരും അതിന്റെ അടുത്തുകൂടെ പോയി, പക്ഷെ എത്തിയത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 1 വേർഡ് ക്വസ്റ്റ്യൻ. ഹു ഡിസ്കവേർഡ് ഇലക്ട്രോൺസ്? ആൻസർ ജെ തോംസൺ. എന്താണ്? ജെ തോംസൺ. ആരും എഴുതണ്ട, ഞാൻ സമയം തരാം. ആരാണ്? ഒറ്റ ആളെ പറയാൻ പറഞ്ഞാലും ജെ തോംസൺ. അതിൽ വേറെ വർത്താനൊന്നുമില്ല. ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയതാരും ജെ തോംസൺ. ജെ തോംസൺ 2-3 തവണ ഈ ചാപ്റ്ററിൽ ഇനിയും വരും. പ്രോട്ടോണിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രോട്ടോൺ. അപ്പൊ പ്രോട്ടോൺ കണ്ടെത്തിയതാരും? ഒറ്റ വാക്കിൽ മറുപടി. വെട്ടൊന്ന് തുണ്ടം 2. ക്വസ്റ്റ്യൻ: ഹു ഡിസ്കവേർഡ് പ്രോട്ടോൺ? ആൻസർ പറഞ്ഞാൽ മതി, കഥ പറയണ്ട. ആൻസർ ഇതേ കേട്ടോളാം.
റുദർഫോർഡ്. ആഹാ, ആരാണ്? റുദർഫോർഡ്. റുദർഫോർഡ് ഇനിയും വരും. റുദർഫോർഡും ഈ ചാപ്റ്ററിൽ ഇനിയും വരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. റുദർഫോർഡാണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത് എന്നുള്ളത് നിങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിച്ചാൽ എഴുതിക്കോ. എൻട്രൻസിന് എൻട്രൻസ് ഓറിയന്റഡ് ആണല്ലോ നമ്മുടെ ക്ലാസ്സുകൾ. അപ്പൊ ഒരു ടിപ്പ് പഠിച്ചോട്ടോ. എൻട്രൻസിന് താഴെ പറയുന്നതിൽ ആരാണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ മനസ്സിൽ ചാടിക്കേറി ആൻസർ വന്നു. ആരാ? റുദർഫോർഡ്. എന്താ കാര്യം? ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞല്ലേ. നിങ്ങൾ ചാടിക്കേറി ഉത്തരം നോക്കി, റുദർഫോർഡ്. അപ്പൊ ഓപ്ഷൻ എ റുദർഫോർഡ് അല്ല, ഓപ്ഷൻ ബി റുദർഫോർഡ് അല്ല, ഓപ്ഷൻ സി റുദർഫോർഡ് അല്ല, ഓപ്ഷൻ ഡി റുദർഫോർഡ് അല്ല. പെട്ടല്ല. 4 ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ആ 4ലും ആരില്ല? റുദർഫോർഡ് ഇല്ല. അങ്ങനെ വന്നാൽ മാത്രം നിങ്ങൾ എഴുതേണ്ട, നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പേര് ഇദ്ദേഹത്തിന്റെ പേരാണ് ഗോൾഡ്സ്റ്റീൻ. ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ഗോൾഡ്സ്റ്റീൻ. അല്ല സാറേ, ഇത് പാക കൺഫ്യൂഷൻ ആയല്ലോ. പ്രോട്ടോൺ അപ്പൊ റുദർഫോർഡ് ആണോ ഗോൾഡ്സ്റ്റീൻ ആണോ കണ്ടെത്തിയത്? പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്, അതിലാർക്കും സംശയമില്ല. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്, അതിൽ സംശയമില്ല. പിന്നെ എന്തുകൊണ്ട് റുദർഫോർഡിന്റെ പേരില്ലാതെ ഗോൾഡ്സ്റ്റീന്റെ പേര് തന്നു? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. കാര്യം, ഈ പ്രോട്ടോണിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത് ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായി പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പ്രോട്ടോണിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അയാളുടെ മാസ് എത്രയാണെന്ന് അറിയാം, അയാളുടെ ചാർജ് എത്രയാണെന്ന് അറിയാം, അയാളുടെ ടെൻഡൻസി എന്താണെന്ന് അറിയാം, അയാളുടെ ബിഹേവിയർ എന്താണ്. ഇങ്ങനെ ഒരു പ്രോട്ടോണിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഈ ഒരുപാട് കാര്യങ്ങളിൽ പലരും കണ്ടുപിടിച്ചതാണ്. കുറച്ചെണ്ണം റുദർഫോർഡ് കണ്ടുപിടിച്ചതാണ്, കുറച്ചെണ്ണം ഗോൾഡ്സ്റ്റീൻ കണ്ടുപിടിച്ചതാണ്, പിന്നെയും കുറെ സയന്റിസ്റ്റുകളുണ്ട്. അപ്പൊ എന്താണ് ഗോൾഡ്സ്റ്റീനും പ്രോട്ടോണും തമ്മിലുള്ള ബന്ധം എന്ന് ഒറ്റവാക്കിൽ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഗോൾഡ്സ്റ്റീനും പ്രോട്ടോണും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഒബ്സർവ്ഡ് ആസ് H+. ഒരു H+ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോട്ടോൺ. ഒരു H+ നിങ്ങൾ എവിടെ കണ്ടാലും, നിങ്ങൾ ഇനി ടൗണിലേക്ക് പോയപ്പോൾ അവിടെ H+നെ കണ്ടു, നിങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ H+നെ കണ്ടു, നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ H+നെ കണ്ടു, എവിടെ നിങ്ങൾ H+നെ കണ്ടാലും ഇറ്റ് ഈസ് എ പ്രോട്ടോൺ. അപ്പൊ H+നെ ആദ്യമായിട്ട് കണ്ടതാരാ? ഗോൾഡ്സ്റ്റീനാണ്. പക്ഷെ അന്ന് അദ്ദേഹം ഇതിനെ പ്രോട്ടോൺ എന്ന് പേര് വിളിച്ചിട്ടില്ല. മനസ്സിലായി? ഗോൾഡ്സ്റ്റീനാണ് ആദ്യമായിട്ട് H+നെ കണ്ടത്. പിൽക്കാലത്താണ് റുദർഫോർഡ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്. പിന്നെയും കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ പ്രോട്ടോണും H+ ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തായി? ആദ്യമായി പ്രോട്ടോണിനെ കണ്ടതാരാന്ന് ചോദിച്ചാൽ ഗോൾഡ്സ്റ്റീനാണ്. പക്ഷെ ആദ്യമായി പ്രോട്ടോണെ എന്നങ്ങോട്ട് പേരിട്ട് വിളിച്ചതാരാ? റുദർഫോർഡാണ്. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് ചാൻസ് റുദർഫോർഡിന്. റുദർഫോർഡ് ഇല്ലെങ്കിൽ മാത്രം ആർക്ക് വിട്ടുകൊടുത്തേക്ക്? ഗോൾഡ്സ്റ്റീന്. ന്യൂട്രോണിനെ കണ്ടെത്തിയതാര്? ഒരു ഡൗട്ടും ഇല്ല, ഒരൊറ്റ ആളേ ഉള്ളൂ, ചാഡ്വിക്. ഒരു മനുഷ്യന്റെ പേരാണ് ചാഡ്വിക്, സയന്റിസ്റ്റിന്റെ പേരാണ് ചാഡ്വിക്. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ, പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ഇല്ലെങ്കിൽ മാത്രം ഗോൾഡ്സ്റ്റീൻ, ന്യൂട്രോണിനെ കണ്ടെത്തിയത് ചാഡ്വിക്. നിങ്ങൾ എഴുതൂ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്നിട്ട് താഴെ ഇലക്ട്രോൺ ഹൈഫൺ ഇട്ടിട്ട് ഡിസ്കവേർഡ് ബൈ J.J. തോംസൺ. ഇലക്ട്രോൺ എഴുതിയിട്ട് ഡിസ്കവേർഡ് ബൈ J.J. തോംസൺ. ഇലക്ട്രോൺ ഡിസ്കവേർഡ് ബൈ J.J. തോംസൺ. അടുത്തത് പ്രോട്ടോൺ. സോറി, ഫ്രെയിം ഒന്ന് മാറി, ഞാനൊന്ന് ശരിയാക്കിക്കോളാം. പ്രോട്ടോൺ ഡിസ്കവേർഡ് ബൈ റുദർഫോർഡ്. ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചോ. ഒബ്സർവ്ഡ് ആസ് H+. ആരാണ്? ഗോൾഡ്സ്റ്റീൻ. പ്രോട്ടോണിനെ ഒരു H+ ആയിട്ട് ആദ്യമായി കണ്ട ആള് ഗോൾഡ്സ്റ്റീൻ ആണ്. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് പഠിച്ചല്ലേ. എൻട്രൻസിന് പ്രിഫർ ചെയ്യുന്നവര് അതൊന്ന് ഹൃദയത്തിലാക്കി വെച്ചോ. ന്യൂട്രോൺ ഈസ് ഡിസ്കവേർഡ് ബൈ ചാഡ്വിക്. അപ്പോ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ ഔദ്യോഗികമായി തുടങ്ങിയതായി പ്രഖ്യാപിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് കടക്കുകയാണ്. കുറച്ചധികം പഠിക്കാനുണ്ട്, കുറച്ചധികം
പഠിക്കാനുണ്ട്. അപ്പൊ കുറച്ച് നല്ല ക്ലാസ്സുകൾ കുറച്ച് സമയം കൂട്ടിയെടുത്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ പെട്ടെന്ന് തീർത്ത് തരും, കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി തരും. പഠിച്ചോളെ മക്കളെ. അപ്പൊ ഇനി നമ്മൾ ഐശ്വര്യമായിട്ട് ചാപ്റ്ററിന്റെ വലിയ ആ കടലിലേക്ക് ഇറങ്ങാണ്. ഹെഡിങ് എഴുതിക്കോളൂ, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും മുമ്പ് ആ ഇലക്ട്രോണിനെ കണ്ടെത്താൻ ഉപയോഗിച്ച എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളത് എഴുതി വെച്ചോ. ആ എക്സ്പെരിമെന്റിന്റെ പേരാണ്, എഴുതിക്കോളൂ, കാഥോഡ് റേ എക്സ്പെരിമെന്റ്. എന്താണ് ആ എക്സ്പെരിമെന്റിന്റെ പേര്? കാഥോഡ് റേ എക്സ്പെരിമെന്റ്. കാഥോഡ് റേ എക്സ്പെരിമെന്റ്. കാഥോഡ് റേ എക്സ്പെരിമെന്റ്. ആയിക്കോട്ടെ മക്കളെ, ഇവിടെ നോക്ക്. കാഥോഡ് റേ എക്സ്പെരിമെന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇലക്ട്രോണിനെ കണ്ടെത്തിയതാരാ? അപ്പൊ തൊട്ട് മുമ്പ് എഴുതിയ വിവരം വെച്ച് നിങ്ങൾ പറയും ജെ തോംസൺ. അപ്പൊ അടുത്ത ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയതാരാ? അപ്പൊ നിങ്ങളിൽ ചിലർക്കൊക്കെ ചിരി പൊട്ടും. അല്ല സാറേ, ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ ആണെന്നും ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച എക്സ്പെരിമെന്റ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് ആണെന്നും സാറ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയത് ആരാന്ന് വേറെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്താ കാര്യം? കാഥോഡ് റേ എക്സ്പെരിമെന്റ് ഒരുപാട് സയന്റിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഇലക്ട്രോണിനെ ഇലക്ട്രോൺ എന്ന് പേര് വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിനു മുമ്പ് ആരും ഇലക്ട്രോണിനെ കണ്ടിട്ടില്ല എന്നല്ല. ആ കണ്ട സാധനത്തിനെ അവര് ഇലക്ട്രോണെ എന്ന് പേര് വിളിച്ചിട്ടില്ല. ഇലക്ട്രോൺ എന്ന് പേര് അങ്ങോട്ട് വിളിച്ചതാരാ? ജെ തോംസൺ. അപ്പൊ അതിനു മുമ്പുള്ള സയന്റിസ്റ്റോ അവര് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ജെ തോംസൺ കണ്ടതൊക്കെ അവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, അതിനൊരു പേരിട്ട് വിളിച്ചിട്ടില്ല. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ആദ്യമായി കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയത് ജെ തോംസൺ ആണോ? അല്ല. ജെ തോംസണ് മുമ്പും ഒരുപാട് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. നിനക്ക് നടത്തണോ കാഥോഡ് റേ എക്സ്പെരിമെന്റ്? അപ്പാരറ്റസ് വാങ്ങിക്കോ, ഞാൻ പറയുന്ന പോലെ ചെയ്തോ, നിന്റെ വീട്ടിൽ വെച്ചിട്ട് ചെയ്തോ, നിനക്കും പറ്റും കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്താൻ. ഒരുപാട് സയന്റിസ്റ്റുകൾ കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുത്തുന്നത് മൈക്കൽ ഫാരഡയുടെ പേരാണ്. ആരാണ്? മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെ ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോളൂ, ഡൺ ബൈ മൈക്കൽ ഫാരഡെ. ആരാണ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയത് എന്നുള്ള NCERTയുടെ ആൻസർ മൈക്കൽ ഫാരഡെ ആണ്. മൈക്കൽ ഫാരഡെ ആണ്. അപ്പൊ ജെ തോംസൺ നടത്തിയിട്ടില്ലേ? ഉണ്ട്. ആദ്യമായിട്ട് ചെയ്തത് ആരാ? മൈക്കൽ ഫാരഡെ. പക്ഷെ മൈക്കൽ ഫാരഡെ ഒന്നും, ഫാരഡേക്ക് ഒരു എ കൂടി ഉണ്ട് കേട്ടോ, മൈക്കൽ ഫാരഡെ ഒന്നും അദ്ദേഹം കണ്ട ഒബ്സർവേഷനെ അദ്ദേഹം എന്ത് പേര് വിളിച്ചിട്ടില്ല? ഇലക്ട്രോൺ എന്ന് പേര് വിളിച്ചിട്ടില്ല. ഇലക്ട്രോൺ എന്ന് ഇതിനെ പേര് വിളിച്ചതാരാ? ജെ തോംസൺ ആണ്. അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ എഴുതി തന്ന അവിടെ ഫിറ്റ് ആക്കി വെച്ചത്. ചില വിദ്യാർത്ഥികളൊക്കെയും ഈ എക്സ്പെരിമെന്റ്, ഞാൻ നേരത്തെ എഴുതി തന്നില്ലേ, ഇലക്ട്രോൺസ് ആർ ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ എന്നൊക്കെ എഴുതി തന്നില്ലേ, അത് എഴുതി ഇല്ലെങ്കിലുള്ള ഒരു അപകടം ഇതാണ്. ഈ എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറെ ആൾക്കാര് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും, ഇലക്ട്രോൺസ് ആർ ഡിസ്കവേർഡ് ബൈ ആൻസർ മൈക്കൽ ഫാരഡെ എന്ന് കൊടുത്ത് കാണാറുണ്ട്. തെറ്റാണ്. കാര്യം അവരുടെ മനസ്സിൽ ഈ എക്സ്പെരിമെന്റ് ആയിരിക്കും. അതില്ലാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ ജെ തോംസൺ അവിടെ ഫ്രെയിം ചെയ്ത് അവിടെ ചുമരി തൂക്കിയത്. ജെ തോംസൺ അവിടെ കടന്നോട്ടെ. അയാളാണ് എന്ത് ചെയ്തത്? ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. അപ്പൊ കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയതോ മൈക്കൽ ഫാരഡെ ഉണ്ട്, വേറെയും കുറെ ആൾക്കാരുണ്ട്. NCERT പറഞ്ഞത് പ്രകാരം മൈക്കൽ ഫാരഡെ മാത്രം. അതുകൊണ്ട് നമുക്ക് ആൻസർ എന്താ? മൈക്കൽ ഫാരഡെ. പഠിച്ചല്ലോ? ഓക്കെ. അപ്പൊ മൈക്കൽ ഫാരഡയുടെ കാഥോഡ് റേ എക്സ്പെരിമെന്റിലേക്ക് പ്രവേശിക്കുകയാണ്. കണ്ടോളണേ, അദ്ദേഹം ചെയ്ത അപ്പാരറ്റസ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ട്യൂബ് എടുത്തു. ഈ ട്യൂബിന്റെ വിശേഷം എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു പമ്പ് ഉണ്ട് കേട്ടോ. ഈ പമ്പിന്റെ പ്രത്യേകത എന്താ പറയുക? ഇത് വാക്വം പമ്പാണ്. എന്താണ്? വാക്വം പമ്പ്. ഇതെന്താണ്? പറ. വാക്വം പമ്പാണ്. വാക്വം പമ്പ്. വാക്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ഇല്ലാത്തത്. വാക്വത്തിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ നിങ്ങൾ? VACWM ആണ് കേട്ടോ വാക്വത്തിന്റെ സ്പെല്ലിംഗ്. നിങ്ങളിൽ ചിലർക്കൊക്കെ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും. വാക്വത്തിന്റെ സ്പെല്ലിംഗ് VACCUM എന്ന് പറയുന്നവരുണ്ടാവും, VACCUM എന്ന് പറയുന്നവരുണ്ടാവും. തെറ്റാണ്. വാക്വത്തിന്റെ സ്പെല്ലിംഗ് VACWM. സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്ക്.
വാക്വം പമ്പ്. എന്തിനാണ് വാക്വം പമ്പ്? ഈ ട്യൂബിന്റെ ഉള്ളിൽ നിന്ന് ആവശ്യമില്ലാത്ത ഗ്യാസിനൊക്കെ പുറത്തേക്ക് മാറ്റാൻ. അപ്പൊ ഈ ട്യൂബ് ഇപ്പൊ എന്തായെന്നറിയോ? ഈ ട്യൂബ് ഇപ്പൊ എങ്ങനെ പാർഷ്യലി ഇവാക്വേറ്റഡ് ട്യൂബായി. എന്താണ്? പാർഷ്യലി ഇവാക്വേറ്റഡ് ട്യൂബായി. ഫുള്ളായിട്ട് ഇവാക്വേറ്റ് ചെയ്തിട്ടില്ല. ഇവാക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എയറിനെ പുറത്തേക്ക് മാറ്റുക. ഇവിടെയുള്ള ഫുൾ ആൾക്കാരെയും പുറത്തേക്ക് മാറ്റിയിട്ടില്ല. ഈ മൈക്കൽ ഫാരഡേക്ക് ആവശ്യമുള്ള കുറച്ച് ഗ്യാസിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് മാറ്റി. അപ്പൊ എന്താ? ഈ ട്യൂബ് പാർഷ്യലി ഇവാക്വേറ്റഡ് ട്യൂബായി. ഈ ട്യൂബിന്റെ രണ്ട് സൈഡിലും ഓരോ ഇലക്ട്രോഡുകൾ വീതം കൊടുത്തു. എന്നിട്ട് ആ ഇലക്ട്രോഡുകൾക്ക് ബാറ്ററി കൊടുത്തു, നല്ല ചാർജ് കൊടുത്തു, അതായത് കറണ്ട് കൊടുത്തു. അല്ലെ? എന്താണ് ഇങ്ങനെ സൈൻ കാണിച്ചാൽ അതിനർത്ഥം കറണ്ട് കൊടുത്തു എന്നാണല്ലോ. ഇതിങ്ങനെ പോസിറ്റീവ് ചാർജും ഇത് നെഗറ്റീവ് ചാർജും ആയിട്ട് മാറും. ആണോ? ഇത് പോസിറ്റീവ് ചാർജും ഇത് നെഗറ്റീവ് ചാർജും ആയിട്ട് മാറും. ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. പോസിറ്റീവ് ടെർമിനലാണ്, നെഗറ്റീവ് ടെർമിനലാണ്. പറഞ്ഞോ മക്കളെ? ഇതേ പറയാനൊന്നും ആയിട്ടില്ല. അതേ എക്സ്പെരിമെന്റിന്റെ ചിത്രം ഒന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ. ഈ വാക്വം പമ്പ് ഉപയോഗിച്ച് അദ്ദേഹം ഇതിലെ കുറച്ച് ഗ്യാസിനെ പുറത്തേക്ക് മാറ്റി അകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്തു? പാർഷ്യലി ഇവാക്വേറ്റഡ് ട്യൂബാക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹം കറണ്ട് കൊടുത്തു. ഈ ട്യൂബിന്റെ വിശേഷം എന്താണെന്നറിയോ? ഈ ട്യൂബിന്റെ ഉള്ളിൽ ഇപ്പൊ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ഇവിടെ ലോ പ്രഷറാണ്. പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാട്ടോ. എന്താണ്? ലോ പ്രഷറാണ്. പ്രഷർ വളരെ കുറവാണ്. മർദ്ദം, മലയാളത്തിൽ പറഞ്ഞ മർദ്ദം. +1 എത്തിയിട്ടല്ലേ ഉള്ളൂ. ചിലർക്കൊക്കെ പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ബ്ലഡ് പ്രഷർ കുറഞ്ഞതാണോ, സോഡിയത്തിന്റെ കുറവാണോ, പൊട്ടാഷ്യത്തിന്റെ കുറവാണോ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. അതൊന്നുമല്ല. പ്രഷർ, മർദ്ദം കുറവാണ്. പ്രഷർ ഇല്ല, അവിടുന്ന് എയർ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ടല്ലോ, അതിനുള്ളിൽ മർദ്ദം കുറവാണ്. പിന്നെന്താ വിശേഷം എന്നറിയോ? ഹൈ വോൾട്ടേജ് ആണ്. ആഹാ, എന്താണ്? ഹൈ വോൾട്ടേജ് ആണ്. വിചാരിക്കണ പോലെയൊന്നല്ല, നല്ല കറണ്ടാ കൊടുത്തേക്കണം, ഭയങ്കര കറണ്ടാ കൊടുത്തേക്കണം. ഇങ്ങനെ അദ്ദേഹം ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു സ്വിച്ച് ഒക്കെ ഉണ്ട്. ആ സ്വിച്ച് അങ്ങോട്ട് ഇട്ടപ്പോ, ആ സ്വിച്ച് അങ്ങോട്ട് ഇടലോടുകൂടെ കാഥോഡ് റേ എക്സ്പെരിമെന്റ് വർക്കായി തുടങ്ങി. ഈ റിയാക്ഷൻ ഇവിടെ എക്സ്പെരിമെന്റ് നടന്നു തുടങ്ങി. അപ്പൊ ആ എക്സ്പെരിമെന്റിൽ അദ്ദേഹം കണ്ട കുറച്ച് കാഴ്ചകളുണ്ട്. അദ്ദേഹം 5 കാര്യങ്ങളാണ് അതിന്റെ റിസൾട്ട് ആയിട്ട് എഴുതി വെച്ചത്. 5 കാര്യം. ആ 5 എണ്ണമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് ഈ ചിത്രം റഫായിട്ടൊന്ന് വരച്ചേ. പാർഷ്യലി ഇവാക്വേറ്റഡ് ട്യൂബ് വരയ്ക്കുക. അതിനുള്ളിൽ ലോ പ്രഷറും ഹൈ വോൾട്ടേജുമാണ് എന്ന് അടയാളപ്പെടുത്തുക. പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഒക്കെ എഴുതി വെക്കുക. വാക്വം പമ്പിനെ ഒന്ന് അടയാളപ്പെടുത്തുക. വീഡിയോ ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നുണ്ട്. എഴുതി തീരാൻ വേണ്ടി നിങ്ങൾ വീഡിയോ പൗസ് ചെയ്ത് വെക്കുക. വീഡിയോ പൗസ് ചെയ്ത് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക.